നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഒരു സാധാരണ വിഷയമല്ല സംസാരിക്കാൻ പോകുന്നത്. ഒരു കാലത്ത് ഉറ്റ സുഹൃത്തുക്കളായിരുന്ന രണ്ട് രാജ്യങ്ങൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറിയ കഥയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. നമ്മൾ സംസാരിക്കുന്നത് ഇസ്രായേലിനെയും ഇറാനെയും പറ്റിയാണ്. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഒരുമിച്ച് വ്യാപാരം നടത്തി, സൈനിക സഹായങ്ങൾ നൽകി, സാംസ്കാരിക കൈമാറ്റങ്ങൾ നടത്തിയിരുന്ന ഈ രാജ്യങ്ങൾക്കിടയിൽ എന്ത് സംഭവിച്ചു? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അവസാനം വരെ കണ്ടിരിക്കുക, കാരണം ഈ കഥയുടെ ഓരോ വളവും തിരിവും നിങ്ങളെ ഞെട്ടിക്കും. 1950 മുതൽ 1970 അവസാനം വരെ ഇസ്രായേലും ഇറാനും തമ്മിൽ വളരെ ഊഷ്മളമായ ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഇറാനിൽ ഭരണം നടത്തിയിരുന്നത് ഷാ മുഹമ്മദ് റെസ് പഹ്ലവി ആയിരുന്നു. നിങ്ങൾക്കറിയാമോ, ഇസ്രായേലിനെ അംഗീകരിച്ചിരുന്ന ചുരുക്കം ചില മുസ്ലിം രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇറാൻ. ഇവർ വെറും സൗഹൃദം മാത്രമല്ല കാത്തുസൂക്ഷിച്ചിരുന്നത്. വ്യാപാരം, സൈനിക സഹകരണം, രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കൽ തുടങ്ങി എല്ലാ മേഖലകളിലും അവർ ഒന്നിച്ചായിരുന്നു. ഇറാനിൽ ഇസ്രായേലി എഞ്ചിനീയർമാർ വലിയ പ്രോജക്ടുകളിൽ പ്രവർത്തിച്ചു. ഇറാനിയൻ സൈനികർ ഇസ്രായേലിൽ പരിശീലനം നേടി. എന്തിനധികം, ടെൽ അവീവിലെ തെരുവുകളിൽ ഇറാനിയൻ സംഗീതം കേൾക്കാമായിരുന്നു. ടെഹ്റ്റാനിലെ ചന്തകളിൽ ഇസ്രായേലി ഉൽപ്പന്നങ്ങൾ ലഭ്യമായിരുന്നു. ഇത് കേട്ടിട്ട് വിശ്വസിക്കാൻ പ്രയാസമുണ്ടല്ലേ? അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികൾ നേരിടാൻ ഇസ്രായേലിന് ഇറാൻ ഒരു വലിയ സഖ്യകക്ഷിയായിരുന്നു. എണ്ണ, ആയുധങ്ങൾ, സാങ്കേതികവിദ്യ ഇതൊക്കെ അവർ പരസ്പരം കൈമാറി. പശ്ചിമേഷ്യയിൽ ഒരുതരം സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഈ സൗഹൃദം സഹായിച്ചു. ഇതൊരു സ്വപ്നം പോലെ തോന്നുന്നുണ്ടല്ലേ? പക്ഷേ ഇത് സത്യമായിരുന്നു. എന്നാൽ എല്ലാ നല്ല കാലവും അവസാനിക്കുമല്ലോ. 1979 ഇറാനിയൻ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവുണ്ടായി. ഷാ മുഹമ്മദ് റെസ് പഹ്ലവിയെ പുറത്താക്കി. ആയത്തുള്ള റുഹോള ഖൊമേനിയുടെ നേതൃത്വത്തിൽ ഒരു ഇസ്ലാമിക ഭരണം നിലവിൽ വന്നു. ഈ സംഭവം ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു, പ്രത്യേകിച്ച് ഇസ്രായേലിനെ. പുതിയ ഇറാനിയൻ സർക്കാർ അമേരിക്കയെയും ഇസ്രായേലിനെയും അവരുടെ ശത്രുക്കളായി പ്രഖ്യാപിച്ചു. ഇസ്രായേലിനെ അവർ സിയോണിസ്റ്റ് സ്ഥാപനം എന്നും ചെറിയ പിശാച് എന്നും വിശേഷിപ്പിച്ചു. നിങ്ങൾക്കറിയാമോ, ടെഹ്റ്റാനിലെ ഇസ്രായേലി എംബസി എടുത്തുമാറ്റി പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഹഗ് കൈമാറി. ഒരു രാത്രി കൊണ്ട് എല്ലാം തലകീഴായി മറിഞ്ഞു. അന്നുമുതൽ ഇന്നുവരെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ ലെബനനിലെ ഹിസ്ബുള്ളയെയും ഗാസയിലെ ഹമാസിനെയും പോലുള്ള ഇസ്രായേൽ വിരുദ്ധ ഗ്രൂപ്പുകൾക്ക് ശക്തമായ പിന്തുണ നൽകി. ഇസ്രായേലിനെ ഭൂമുഖത്തുനിന്ന് തുടച്ചുനീക്കുമെന്ന് അവർ പരസ്യമായി പ്രഖ്യാപിച്ചു. ഇതിനു മറുപടിയായി ഇസ്രായേൽ ഇറാനിയൻ ആണം പദ്ധതികളെയും മിസൈൽ പരിപാടികളെയും തങ്ങൾക്ക് ഏറ്റവും വലിയ ഭീഷണിയായി കണ്ടു. ഇറാനിലെ ആണം ശാസ്ത്രജ്ഞരുടെ കൊലപാതകങ്ങൾ, സൈബർ ആക്രമണങ്ങൾ എന്നിവയെല്ലാം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങളായിട്ടാണ് പലരും കാണുന്നത്. സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ ഇസ്രായേലും ഇറാനും എതിർപക്ഷത്താണ് നിന്നത്. ഇസ്രായേൽ സിറിയയിലെ ഇറാനിയൻ സൈനിക താവളങ്ങളിൽ പലതവണ വ്യോമാക്രമണങ്ങൾ നടത്തി. പേർഷ്യൻ ഗൾഫിൽ, പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഇടയ്ക്കിടെ വെല്ലുവിളികൾ ഉയർത്തി. കണ്ടില്ലേ, ഒരു കാലത്ത് ഉറ്റ സൗഹൃദം പങ്കിട്ടിരുന്ന രണ്ട് രാജ്യങ്ങൾ ഇന്ന് എണ്ണമറ്റ സംഘർഷങ്ങളിലൂടെയും ഭീഷണികളിലൂടെയും കടന്നുപോവുകയാണ്. അവരുടെ താൽപര്യങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒരുപാട് മാറിപ്പോയി. ഈ സാഹചര്യം പശ്ചിമേഷ്യയുടെ സുരക്ഷയെയും ലോകസമാധാനത്തെയും വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്. ഈ സംഘർഷം എങ്ങോട്ട് നീങ്ങും? സൗഹൃദത്തിന്റെ പഴയകാലം ഇനി ഒരിക്കലും തിരികെ വരുമോ? അതോ ഈ ശത്രു തുടരുമോ? ഈ ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ ഉത്തരങ്ങളില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഇസ്രായേൽ ഇറാൻ ബന്ധങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ ചരിത്രപരമായ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.